ബിഗ് ബോസ് വൈൽഡ് കാർഡ്സിനെയും വീട്ടുകാരും തമ്മിൽ തല്ലിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്കിങ് ടാസ്കിൽ ആരാണ് വിജയിച്ചത്? വൈൽഡ് കാർഡ് ആണോ അതുപോലെ തന്നെ വീട്ടുകാരാണോ വിജയിച്ചത്? ഇന്ന് ഷാനവാസും അക്ബറിനെയും നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ്. എന്താണെന്ന് നടന്ന എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷിഹിർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മോർണിംഗ് ഒരു വഴക്ക് നടക്കുകയാണ്. ലക്ഷ്മിയും ഷാനവാസും മനീഷും തമ്മിലാണ്. ലക്ഷ്മി നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് ഷാനവാസും മനീഷും തമ്മിൽ ഭയങ്കരമായിട്ടൊരു കിച്ചൺ വഴക്ക് നടക്കുകയാണ്. ഫുഡ് കിട്ടാൻ വൈകി, ആ ഒരു കേസ് പറഞ്ഞിട്ടാണ് വഴക്ക് ഉണ്ടാവുന്നത്. പിന്നെ റാങ്കിങ് ടാസ്കിലേക്ക് പോവുകയാണ്. റാങ്കിങ് ടാസ്കിൽ നമ്മൾ ഇന്ന് ലൈവ് പറഞ്ഞുകൊണ്ട് വലിയ ഇത് പറയുന്നില്ല. അതിൽ 3 പ്രാവശ്യം വൈൽഡ് കാർഡ്സ് വിജയിച്ചു കേട്ടോ. 3 പ്രാവശ്യം വൈൽഡ് കാർഡ്സ് വിജയിക്കുകയും ചെയ്തു. 2 പ്രാവശ്യം വീട്ടുകാരും വിജയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരെ ഇവർ തിരഞ്ഞെടുക്കുകയാണ്. അതിൽ ആര്യൻ, ജിസൈൽ, അനുമോള്, ഈ 3 പേരെയാണ് ഒരു പണി തരാനായിട്ട്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് പണിപ്പുര പോയിട്ട് കിട്ടുന്ന പണികൾ ഏതാണോ ആ പണിയിൽ കിട്ടാൻ പോകുന്നതിൽ ആണ് ഇവർക്ക് കിട്ടുന്ന പണി. അപ്പോൾ ഇതിൽ 3 പേരും ഈ പണിയുടെ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അനുമോള്, ജിസയില്, രന ഫാത്തിമയാണ് ഈ വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്ത ആൾക്കാർ. അതുകൂടാതെ വേറെ ആൾക്കാരും വരും. ഈ 3 പേരുമുണ്ട്. അതിനുശേഷം ഇതെല്ലാം സംസാരിച്ചിട്ട് മസ്താനി രനെ നമ്മളൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് രന ഫാത്തിമ വന്നിട്ട് മസ്താനി രന ഫാത്തിമയെ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ ലവറിനെ പറ്റി, രന ഫാത്തിമയുടെ ലവറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മസ്താനിയെ രന പുരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വീട്ടുകാരും മസ്താനിയെ എതിർക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല. മസ്താനി രനയെ മിഡിൽ ഫിംഗർ കാണിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ലക്ഷ്മി വന്നിട്ട് പറയാണ്, നിങ്ങളും മസ്താനിയും രനയും തമ്മിൽ ഇതിന് മുൻപ് അറിയോ? അപ്പം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ലക്ഷ്മി അത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി പുറത്ത് ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടാണോ അകത്ത് വന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുന്നു. അതിനുശേഷം ഭയങ്കര വഴക്കാവണം. പക്ഷെ ഈ വഴക്കിനിടയിൽ, മസ്താനി രേണ വഴക്കിനിടയിൽ ഷാനവാസും അക്ബറും തമ്മിൽ ഭയങ്കര ഫൈറ്റ് എടുക്കണം. ഭയങ്കരമായിട്ട് കേറി വന്നിട്ട് ഇപ്പം ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നമ്മൾ ഇത്ര അടുത്തറിയും. പക്ഷെ ഷാനവാസും അക്ബറാണ് ഇത്ര അടുത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ഇഷ്യൂ ആവും. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ ഷാനവാസിന്റെ ഇവരുടെ ഇഷ്യൂ നടക്കണോണ്ട് ബിഗ് ബോസ് വിളിക്കാണ്ട് ബിഗ് ബോസ് നല്ല ദേഷ്യമാണ്. നിങ്ങളോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഫയർ ആവുകയാണ്. ഇതില് ഷാനവാസിന്റെ ഭാഗത്ത് വെച്ച് 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. 2 പേരും ഹൈപ്പർ ആക്റ്റീവായി, പെട്ടെന്ന് തന്നെ ഹൈപ്പർ ആക്റ്റീവായി. അപ്പൊ എല്ലാവരും ഇവിടെ ഹാളിൽ ഇരിക്കുകയാണ്. ഷാനവാസിനെയും അക്ബറിനെയും ഇതിലേക്ക് വിളിക്കുകയാണ്, കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾ എന്താ കാണിക്കുക, ഡെയിലിയും ഇതുപോലെ വഴക്ക് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഇവര് സംസാരിക്കുന്ന നിർത്തുന്നില്ല. ഷാനവാസ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സഹിയുടെ മിണ്ടാതിരിക്കുന്നൊക്കെ പറയാണ്. ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസിന് വരെ സഹി പോയ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ലാലേട്ടൻ ഇഷ്യൂ ആക്കും, വലിയ രീതിയിൽ ഇഷ്യൂ ആക്കും. പക്ഷെ അവർ രാത്രി തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് അവർ ഓക്കെ ആയി സോറി പറയാക്കിയിരിക്കുന്നുണ്ട് രാത്രി, അതെനിക്ക് അറിയത്തില്ല. പിന്നെ ഷാനവാസും അക്ബറും ഇഷ്യൂ ഈ ഇവര് ജിസയിലും അനുമോളും ജയിലിലേക്കാക്കും. 2 മണിക്കൂർ ജയിലാക്കി. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടില്ല. ഇന്നലെ അവരെ ജയിലാക്കിയായിട്ട് ഞാൻ കണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. ഇന്നാണ് കാണുന്നത്. അപ്പൊ ഇന്ന് ജിസയിലും അനുമോളും ജയിലിലേക്ക് പോവാണ്. ജയിലിലേക്ക് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടൊരു സംസാരം. വേറെ ഒന്നുമല്ല, ജിസേലിന്റെ ഫേസിൽ എന്തൊക്കെയോ വൈറ്റ് സാധനം, അവരെന്തോ യൂസ് ചെയ്യുന്ന മേക്കപ്പ് സാധനം ഉപയോഗിച്ചിട്ട് മുഖമൊക്കെ ഭയങ്കര പ്രേതത്തെ പോലെയൊക്കെ ആക്കിയെന്ന് പറഞ്ഞിട്ട് ജിസേല് ക്യാമറ നോക്കി പറയുന്നുണ്ട്. അങ്ങനെ അവര് 2 മണിക്കൂറിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിലാണ് സോർട്ട് ഔട്ട് ചെയ്തെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷാനവാസ് കരഞ്ഞ് അക്ബറിനും അത് ഇമോഷനായി പോയി. ഷാനവാസ് കരഞ്ഞപ്പോൾ അക്ബറിന് ഒരു ഇതായിപ്പോയി. അവർ രണ്ടുപേരും സോർട്ട് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മസ്താനി പറയാണ് ജിഷിനോട്, നിങ്ങൾ
നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇട്ടിട്ട് പോയതല്ലേ എന്ന് പറഞ്ഞു. അത് എന്തൊരു മോശം സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയോ. ഒരാളുടെ പുറത്ത് നടന്നൊരു ഫാമിലി ഇഷ്യൂ ആണത്. അത് എടുത്തിട്ട് ഇവിടെ ഇട്ട് അവരെ തളർത്തുന്ന രീതിയിലായിട്ടാണ് എനിക്ക് മസ്താനിയുടെ തോന്നിയത്. പക്ഷേ ജിഷിനും ഒരു ചീപ്പ് ഗെയിമാണ് കളിച്ചത്. വേറെ ഒന്നുമല്ല, ജിഷിൻ തന്നെ പറയുകയാണ് എന്താണ് നീ എൻ്റെ ഭാര്യയാണോ എന്ന് ലക്ഷ്മിയോട് പറയും. അതും ഭയങ്കര മോശമാണ്. എൻ്റെ ഭാര്യയാണോ, നീ എന്നെ ഭരിക്കാൻ വരണ്ട, അത് എൻ്റെ ഭാര്യ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതും എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ന് കാണിച്ച ആ സംഭവത്തിനോട് എനിക്ക് നല്ല എതിർപ്പുണ്ട്. അപ്പം റിവ്യൂ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ശോകമായിരുന്നു ബിഗ് ബോസ്. ഇന്ന് ആ വഴക്കാണ്, ബിഗ് ബോസ് ഉണ്ടാക്കിയ ഒരു വഴക്കാണ്. അത് മാത്രമാണ് ചെറിയ രീതിയിൽ കണ്ടന്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പണിപ്പുരയിൽ ഇന്നത്തെ ഒരു ദിവസം എന്താണ് മസ്താനിക്കും ഇവർക്കും കയറാൻ പറ്റിയില്ലായിരുന്നു. ആർക്കാണ്? മസ്താനിക്കും പ്രവീണും കയറാൻ. ബാക്കി ലക്ഷ്മി, സാബുമാൻ, പിന്നെ ആരാണിത്? ജിഷിന്. ഇവർ മൂന്നരക്കാണ് കയറാൻ കഴിയുന്നത്. ഇവർ മൂന്നേരും പോയിട്ട് സാധനം എടുക്കുന്നു. ഒരു മീഡിയം പണി കിട്ടുന്നു. മീഡിയം പണിയാണ് കൂടുതൽ കിട്ടുന്നത്. 6 മീഡിയം പണിയാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഒരു ചീട്ട് എടുക്കാൻ പറഞ്ഞു. ചീട്ടിൽ എഴുതുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ 2 ആഴ്ച ഇവർക്ക് കയറാൻ കഴിയത്തില്ല. അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുകയാണ് ആര് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആര് തിരഞ്ഞെടുത്തത്? ഞാൻ പറഞ്ഞില്ല. രണയെ തിരഞ്ഞെടുത്തു. രണേനെയും ഷാനവാസിനെയും ഇവർ തിരഞ്ഞെടുക്കുകയാണ്. മറ്റേ ലാലൻ്റെ എപ്പിസോഡ് ഇവർക്ക് വരാൻ കഴിയില്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത് ലാലൻ്റെ എപ്പിസോഡ് വരാൻ പറ്റില്ല. അപ്പോൾ ആ നേരത്തെ അവരെവിടെ ഇരിക്കും? ഒന്നിൽ ബെഡ്റൂമിലായിരിക്കുമോ അറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് അങ്ങനെ, അല്ലെങ്കിൽ ആക്ടിവിറ്റി റൂമിലായിരിക്കും, അറിയില്ല. അപ്പോൾ അവർക്ക് രണക്കും ഷാനവാസിനും ലാലൻ്റെ എപ്പിസോഡിലേക്ക് വരാൻ കഴിയില്ല കേട്ടോ. 2 ആഴ്ചയാണെന്ന് തോന്നുന്നു. 2 ആഴ്ച എപ്പിസോഡ് വരാൻ പറ്റില്ല. അത് കൂടുതലായിപ്പോയി. കാരണം 2 ആഴ്ച കൊടുക്കുന്നതിന് 2 ദിവസം കൊടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡേ കൊടുക്കാമായിരുന്നു. മീഡിയം പണിയായിട്ട്. ഈ മീഡിയം പണിയാണല്ലോ. അപ്പോൾ ഇതായിട്ട് രണക്കും ഷാനവാസിനും 2 ആഴ്ച ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഞാൻ സ്ട്രെസ് എടുത്തിട്ടാണ് വോയിസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മോശമാണ് എന്ന് പറയാനില്ല. ഒരു കണ്ടന്റ് ഇല്ലാത്ത. നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ ഞാൻ കാണുന്നത് ബിഗ് ബോസിലെ ആൾക്കാരെ അടികൂടാൻ തന്നെയാണ്. അതെല്ലാവരും കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇന്നത് ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ നല്ല കണ്ടന്റ് ആയിരുന്നു. ഇന്ന് കണ്ടന്റ് ക്ഷാമമാണ്. നാളെ പ്രൊമോയിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ജിഷിനും വീട്ടുകാരും തമ്മിൽ ഭയങ്കര വഴക്കാവാണ്. ഇവര് പണിപ്പുര പോയിട്ട് ആ സാധനം എടുത്തിട്ടുള്ള തിരിച്ചു എറിയുന്നൊക്കെ ഉണ്ട്. എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. നമുക്ക് നാളെ കണ്ടറിയാം. അപ്പോൾ ഇത്രയുള്ളൂ കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡ് റിവ്യൂവും ലൈവ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.